ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാട്ടോ. അതിനുവേണ്ടി ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതായിക്കൊണ്ടിരിക്കുമായിരുന്നു. പുതിയ വീട്ടിലോട്ട് വന്ന കാരണം ഭയങ്കര ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അവശതയായിട്ടിരിക്കുകയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാട്ടോ, നോൺ സ്റ്റിക്ക് പാത്രമായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സ്റ്റൗവിന് കുറച്ച് ചൂട് കൂടുതലാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല. സൈഡിലുള്ള ആ നോൺ സ്റ്റിക്കിൻ്റെ ആ കോട്ടിങ് ഫുള്ളും പൊളിഞ്ഞു പോന്നു. പിന്നെ ഞാനത് ഫുള്ളും പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ലല്ലോ പാത്രം. പിന്നെ ഇത് അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ബീഫ് കറി റെഡി ആയിട്ടില്ല, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കള തന്നെ കണ്ടില്ല, ഫ്രിഡ്ജുണ്ട്, കുക്കിംഗ് സ്റ്റവ് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. എല്ലാം അത് അടുക്കള തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നത് ആ സൈഡിൽ ഒരു ഡോറുണ്ട്, അവിടെ കെട്ടി വെച്ചുവിടേന്ന്. ആ ഡോറ് തുറക്കുമ്പോൾ ഇതാ നോക്കിക്കേ, ഇവിടെ കണ്ടില്ല ചെറിയൊരു സ്പേസ്, അതിൻ്റെ അകത്തേക്ക് വാഷിംഗ് മെഷീൻ കയറില്ല. അത് പിന്നെ ഇത് നമ്മുടെ ഹീറ്ററിൻ്റെ എന്തോ മെഷീനാണ്. അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും വെക്കാറ്. ഹീറ്ററിൻ്റെ മെഷീൻ പ്രത്യേക ഒരു മുറിയിലാട്ടോ വെക്കുക. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറൂല. കണ്ടോ, ഇതാണ് ഇവിടെ ഹീറ്ററിൻ്റെ അടുത്താണ് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള മേശ ഇട്ടേക്കുന്നത്. കാരണം ഈ വീട് കുറച്ച് പഴക്കം ചെന്ന വീട്, അതുകൊണ്ട് ഹീറ്റർ ശരിക്കും അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് കണ്ടില്ല, മറ്റേ ചവിട്ടി കയറുന്ന മറ്റേ സാധനം ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കും. ഇത് കോളിൻകുട്ടന് കഴിക്കാൻ ഇതിൻ്റെ മേളിൽ കയറിയിരുന്നാൽ അവന് ഇതുണ്ടോ മേശയുടെ അടുത്തോട്ട് സുഖമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അവൻ തന്നെ കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ. അപ്പോൾ ഇവനതെടുത്ത് മാറ്റി വെക്കാൻ സമ്മതിക്കത്തില്ല, ഇവിടെ തന്നെ വെച്ചേക്കല്ലേ, അവൻ കണ്ട വഴക്കുണ്ടാവും.